ബഹിരാകാശ നിലയത്തിൽ 9 മാസം കഴിഞ്ഞ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും രാജ്യം കാത്തിരുന്നത് അതീവ ആകാംക്ഷയോടെയായിരുന്നു. ഇപ്പോൾ ബഹിരാകാശത്തു നിന്നും ഭൂമിയിൽ എത്തിയിരിക്കുകയാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ അവർ അവിടെ അനുഭവിച്ച കാര്യങ്ങളും പുതിയ വിശേഷങ്ങളും അറിയാൻ കൗതുകത്തോടെയും അത്ഭുതത്തോടെയുമാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇരുവരും ഇത്രയും നാളും എങ്ങനെ ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞു, ജീവൻ നിലനിർത്താൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു എന്നൊക്കെ അറിയാൻ ആളുകൾക്ക് വലിയ ആകാംക്ഷയായിരുന്നു. ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള സുനിത വില്യംസിന്റെ ഫോട്ടോകളിൽ എപ്പോഴും അഴിച്ചിട്ട മുടിയായിരുന്നു നമ്മൾ കണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ സുനിതയുടെ മുടിയെക്കുറിച്ച് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന തമാശയായി പറയുകയുണ്ടായി. ബഹിരാകാശ യാത്രികർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ബഹിരാകാശ നിലയത്തിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുടി അഴിച്ചിടുന്നത്? ഇതിന്റെ ഉത്തരം ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഗുരുത്വാകർഷണത്തിന്റെ അഭാവത്താൽ മുടി സ്വാഭാവികമായി മുഖത്തേക്ക് വീഴില്ല. എപ്പോഴും സ്വതന്ത്രമായി മുകളിലേക്ക് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് മുടി പിന്നിലേക്ക് കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. ഇരുവരും ബഹിരാകാശത്ത് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവരുടെ രൂപത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ശരീരഭാരവും വല്ലാതെ കുറഞ്ഞിരുന്നു. ബഹിരാകാശ വാഹനത്തിനുള്ളിൽ ഇവർ കഴിഞ്ഞ സമയത്ത് തലയിൽ വലിയ തോതിലുള്ള രക്തസമ്മർദ്ദം ഉയർന്നത് ഇവരുടെ കാഴ്ചയെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റ് ന്യൂറോ ഒക്യുലർ സിൻഡ്രോം എന്നാണ് ഇതിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. നേരത്തെയും ബഹിരാകാശത്ത് പോയ ചിലർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറെ നാൾ ബഹിരാകാശത്ത് അനങ്ങാൻ കഴിയാതെ ഇരുന്നത് കാരണം അവരുടെ ശരീരത്തിലെ മസിലുകൾ ദുർബലമായിരിക്കും. ഇതിനെ മറികടക്കാനാണ് ബഹിരാകാശ സഞ്ചാരികൾ 2 മണിക്കൂർ വ്യായാമം ചെയ്യണമെന്ന കാര്യം നിർബന്ധമാക്കിയിരിക്കുന്നത്.